എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോൾ വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് കുർത്താസാണ്. എല്ലാം ഒരു 400 റുപ്പീസിൽ ഒതുങ്ങുന്ന കുറച്ച് കുർത്താസ് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് കുർത്താന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ ആൻഡ് സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നു ഇതിലെവിടെ ഗ്രീൻ എന്നല്ലേ? ഞാനും ആദ്യം ഈ കുർത്ത വന്നപ്പോൾ വിചാരിച്ചു ഇതിലെന്തോ കളർ ഫെയ്ഡ് ആയതാണ്. ഇതിൽ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ പോർഷനിൽ ഇതാ ഇതുപോലെ ഒരു ത്രെഡ് വർക്കിന്റെ ഒരു സ്റ്റിച്ച് ഉണ്ടെന്ന് പറയാം. നല്ല ഭംഗിയുണ്ട്. ഒരു വൈറ്റ് ത്രെഡ് വർക്കാണ്. ആൻഡ് ഇതിന്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു ഗോട്ടാപ്പറ്റി വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഗോട്ടാപ്പറ്റി വർക്ക് തന്നെയാണ് ഈ കൈയിന്റെ ഈ സൈഡ്സിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സ്ട്രൈറ്റ് കുർത്തയാണ്. അത്യാവശ്യം നല്ലോണം ക്വാളിറ്റി ഉള്ള കുർത്ത തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ട്, അതുപോലെ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം സൈസ് ആണെങ്കിലും എനിക്ക് വന്നത് കുറച്ച് ലൂസായിട്ടാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ലൂസായിട്ട് കുറച്ച് ഇടാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ സൈസ് ഓക്കെയാണ്. ആൾട്രയൊന്നും ആവശ്യമില്ല. അപ്പം നമ്മളുടെ സൈസിനേക്കാളിലേക്കും കുറച്ചുകൂടി കൂടുതലായിട്ടാണ് വരുന്നത്. അതായത് ഇപ്പം നിങ്ങൾ മീഡിയം സൈസിലാണെങ്കിൽ നമുക്ക് മീഡിയം വന്നാലും അത് കുറച്ച് ലൂസായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി സൈസ് കുറച്ചിട്ട് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് സൈസ് തന്നെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ നമ്മൾ അലക്കി കഴിഞ്ഞാൽ ഇത് ചുരുങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷെ ഇത് ആ 300 ആൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ആ റേറ്റിന് നല്ല വർത്തായിട്ടുള്ള കുർത്തയാണ്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ സീത്രൂ ഒന്നുമല്ല, കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കുർത്ത. ദെൻ നമ്മുടെ അടുത്ത കുർത്തയിലേക്ക് പോകാം. എന്താണെന്നറിയില്ല, ഈ മഞ്ഞ കളർ കുർത്തയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എന്തോ ഒരു ഫ്ലോറൽ പ്രിന്റിൽ ഇങ്ങനെ ഒരു യെല്ലോ കുർത്ത, എന്തൊരു ഭംഗിയത് കാണാല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഒരു കെട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇവിടെയൊക്കെ ഒരു സീക്വൻസ് വർക്ക് ഇങ്ങനെ ചെറുതായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് അത്ര അങ്ങോട്ട് പറ്റിയിട്ടില്ല. ഇതിന്റെ കഴുത്ത് കുറച്ച് കയറിയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അത്ര പോരാ കേട്ടോ. ബാക്കി ക്ലോത്ത് ആയാലും ഇതിന്റെ കൈ 3/4 ആണ്. ഇങ്ങനെ കൈയിന്റെ അവിടെ കണ്ടോ, ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്ക് ആട്ടോ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സൈഡ് ഓപ്പൺ ഒക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തയാണ്. പിന്നെ കുറച്ച് സീത്രൂ ആണ് കേട്ടോ. ഇത് യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ അല്പം സീത്രൂ ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നറിട്ട നന്നായിരിക്കും. നല്ലൊരു കുർത്തയാണ്. നല്ല ഒരു എന്താ പറയാ, എംബ്രോയിഡറി വർക്ക്, എന്താ പറയാ, നല്ല ഒരു പ്രിന്റിങ് ആണ് കേട്ടോ. അതിന് നല്ലൊരു യെല്ലോ പ്രിന്റിങ്. അതാണ് എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നെ ആകർഷിച്ചത് ധരിക്കാനെന്ന് പറയുന്നത് ഈ യെല്ലോ കളറാണ്. ഡ്രസ്സ് ഉണ്ട് അപ്പൊ പോയി കഴിക്കും. ഞാനെനിക്ക് ഭയങ്കര ഇഷ്ടം യെല്ലോ കളർ ഡ്രസ്സാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അടിപൊളിയാണ്. ഐ തിങ്ക് ഒരു 379 അതെന്തുവാണ് ഇതിന്റെ റേറ്റ്. എല്ലാം ഞാൻ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ സൈസ് കറക്റ്റാണ്. മീഡിയം സൈസ് എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. സൂപ്പർ ക്വാളിറ്റിയാണ്. പിന്നെ ഇവിടെ ഒരു സീക്വൻസ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു പാർട്ടി വെയർ ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിത് ഫോട്ടോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല. നമുക്കൊരു യൂഷ്വൽ കാഷ്വൽ ആയി യൂസ് ചെയ്യുന്നത് കുർത്ത തോന്നും. ഇത് വരുമ്പോൾ നല്ല ഭംഗിയിൽ സീക്വൻസ് വർക്കൊക്കെ ഉള്ള നല്ലൊരു കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കുർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കുർത്തയാണ് കേട്ടോ. ഓറഞ്ച് ആൻഡ് പല മൾട്ടി പ്രിന്റിങ് ആയിട്ടുള്ള നല്ല ഒരു കോട്ടണിലുള്ള ഒരു കുർത്തയാണ്. ഇതിന് വന്നിട്ടുള്ളത് ആലിയ കട്ടിലുള്ള ഒരു കുർത്ത ആണ് കേട്ടോ. സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തയാണ്. ആലിയ കട്ടിൽ സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുർത്തയാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് 3/4 ആണ് ലെങ്ത് വരുന്നത്. ഇവിടെ കണ്ടോ ഒരു സീക്വൻസ് വർക്ക് ഉണ്ടോ.
ഈ നെക്ക് പോർഷനിൽ അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ആലിയക്കട്ടിൻ്റെ ഇവിടെ വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേ വർക്ക് തന്നെയാണ് കയ്യിലും കൊടുത്തിട്ടുള്ളത്. ഒരു പാലിൻ്റെ മണമുണ്ട് കേട്ടോ അതിന്. ചില ഡ്രസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്, അതെന്താ എനിക്കറിയില്ല. ഒരു പാലിൻ്റെ മണമുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇട്ട് പോകാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള കുർത്ത കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ കുർത്ത ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നെക്ക് കേട്ടോ, വി നെക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന് ഇതിന് ഒരു കട്ടിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കിതുപോലത്തെ ഒരു യെല്ലോയിലൊരു കുർത്തയുണ്ട്, അല്ല കുർത്ത സെറ്റ് ഉണ്ട്, കുർത്ത സെറ്റ് ഉണ്ട്, ഫംഗ്ഷന് വേണ്ടി മേടിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ മേടിച്ചതിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മറ്റേതെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്, പക്ഷേ ഇതിട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതൽ സുന്ദരിയായ പോലെ എനിക്ക് തോന്നി. അതുതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്ത കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്, പക്ഷെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടമില്ല. ഒരു പാലിൻ്റെ മണം വരുന്നുണ്ട് ഇതിന്. അതൊക്കെ കുർത്ത എന്ന് പറഞ്ഞാൽ ഈ ഒരു പീക്കോ കളറിലുള്ള പ്രിന്റ് വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. നല്ല കുർത്തയാണ്. ഇതിൻ്റെ നെക്കിൽ കണ്ടോ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇത് നല്ല റൗണ്ട് നെക്കാണ്. പിന്നെ കൈ 3/4 ആണ്. ആ വർക്ക് കൈയിൻ്റെ അവിടെയും വന്നിട്ടുണ്ട്. നല്ല ഷേപ്പിന് കിടക്കുന്ന കുർത്തയാണ് കേട്ടോ. കറക്റ്റ് സൈസിന് നമ്മൾ അടിച്ച പോലെ വന്നിട്ടുണ്ട്. ഇതൊരു മെറ്റീരിയൽ പറയുന്നത് റയോൺ മെറ്റീരിയലാണ്, കോട്ടൺ അല്ല, അത് റയോൺ മെറ്റീരിയലാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, അങ്ങനെയുള്ള മെറ്റീരിയൽ തന്നെയാണ്. 270 റുപ്പീസിന് നല്ല സ്ട്രെയിറ്റ് നല്ല ലെങ്ത് ഉള്ള കുർത്തയാണ്, സൂപ്പർ കുർത്തയാണ്. മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം യെല്ലോ കളർ, ഓറഞ്ച് അങ്ങനെയുള്ള കളറാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളറുള്ള ഫസ്റ്റ് കളർ ഇതാണ് കണ്ടോ. ആ കളറിൻ്റെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് കളറായ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഉറപ്പിച്ചത് ഇതെടുക്കാം. അങ്ങനെ വലിയ മോഹത്തിലെടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, ഇതിന് സ്ലീവ് ഉണ്ടായിരുന്നില്ല. സ്ലീവ്ലെസ് ആയിരുന്നു ഇത്. ഞാൻ കരുതി ഇതിനകത്ത് സ്ലീവ് ഉണ്ടായിരിക്കും. അതൊട്ട് വായിച്ചു നോക്കാനും മറന്നു. പക്ഷെ ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. എനിക്കെന്തോ അത് ഞാനല്ല എന്നുള്ളൊരു ഫീലായി തോന്നിയിട്ടാ. ചിലപ്പോൾ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ ഉപയോഗിച്ച് ശീലമാകുമ്പോൾ ശരിയായിക്കോ. പിന്നെ എനിക്ക് എൻ്റെ കൈയൊക്കെ ഭയങ്കര വണ്ണാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വൃത്തികേട് പോലെ തോന്നും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ അങ്ങനെ കളർ ഇഷ്ടപ്പെട്ട് ഇഷ്ട കുർത്തയാണ്. എപ്പോൾ എടുക്കുമ്പോഴും ഒരു ബ്ലാക്ക് എവിടെയെങ്കിലും കാണും. എപ്പം ഞാൻ കുർത്ത എടുത്താലും കുർത്തല്ല ഏതൊരു ഡ്രസ്സ് തന്നെ എൻ്റെ അമ്മയ്ക്കൊരു പറച്ചിലാണ്. എന്താണ് എപ്പോടെ പോലും കറപ്പെടുത്തിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൊരു കുർത്തയാണ് ഇത് കേട്ടോ. ഇതൊരു എന്താ പറയുക കാഷ്വൽ വെയർ ആയിട്ട് പ്രിന്റ് മാത്രം വേണമെന്നുള്ളതിൽ. പിന്നെ സ്ലീവ് ഉണ്ടായിരുന്നില്ല എന്നത് നഗ്ന സത്യം ഞാൻ ഇത് വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്നാലും എനിക്കിഷ്ടമായി. എനിക്ക് ലാസ്റ്റത്തെ കുർത്ത എനിക്ക് കിടക്കും. ഈ ഒരു റെഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് 3 കളറും കൂടി ചേർന്നിട്ടുള്ള പ്രിന്റ് വന്നിട്ടുള്ള അടിപൊളി ഒരു ഡ്രസ്സാണ് ഇതൊക്കെ. ശരിക്കും ഇത് കുർത്തയല്ല, കുർത്തയാണെന്ന് കരുതി ഓർഡർ ചെയ്താൽ, പക്ഷെ ഇത് ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ ഞൊറി വരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വി കഴുത്താണ് കേട്ടോ. ഈ കഴുത്ത് കുറച്ചിങ്ങോട്ട് ഇറങ്ങി കിടക്കും. ഭയങ്കര ബോറായി കിടക്കില്ല, എന്നാലും അല്പം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത്ര പോർഷൻ ഇതാ ഈ കുറുത കിടക്കുന്നുണ്ടല്ലോ, ഇത്രത്തോളം നമുക്കിത് കുറച്ചിങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഒരു കഴുത്താണ് ഇതിന്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് കൂടുതൽ ഭംഗി. പിന്നെ ഇതിൻ്റെ കയ്യിനെ പറ്റി പ്രത്യേകിച്ച് പറയണം. ഇവര് കയ്യിനെ പറ്റി ഇപ്പോൾ പ്രത്യേകം പറയണം. കാരണം ഇതൊരു ഹാഫ് സ്ലീവും അല്ല, ഒരു 3/4 അല്ല, ഇതൊരു മുക്കാ കയ്യെന്നോ എന്തോ നമുക്ക് പറയാം. ഫുൾ ഇത്ര വരും നമ്മുടെ കൈൻ്റെ വരെ. ഞാൻ ട്രൈ ചെയ്ത വീഡിയോ കാണാം. ഇവിടെ വരെയാണ് ഇതിൻ്റെ കൈ കിടക്കുന്നത്. ഹാഫായിട്ട് എനിക്ക് തോന്നിയില്ല, ഫുള്ളായിട്ടും ഇല്ല, മുക്കാലും ഇല്ല. അങ്ങനെ ഒരു രീതിയിലായിരുന്നു കേട്ടോ. എന്നാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയണം, സൂപ്പർ ക്വാളിറ്റിയാണ്. നല്ല കട്ടിയുള്ള തുണിയാണ്. ഇതൊരു റയോൺ ആൻഡ് കോട്ടൺ മിക്സ് ആണ്. നല്ല തുണിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. എനിക്ക് ഈ വന്നതിൽ ആ ഓറഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുർത്തയാണിത്. കുർത്ത എന്ന് പറയാൻ പറ്റില്ലത്,
ആണ്, സൂപ്പറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. 300 സംതിങ് റേറ്റിന് ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയുള്ള കുറച്ച് കുർത്താസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.